ഹലോ, ഞാനിപ്പോൾ നിൽക്കുന്നത് തായ്ലൻഡിലെ ബാങ്കോക്കിലാണ് കേട്ടോ. അപ്പോൾ ബാങ്കോക്കിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ മേക്ക്ലോങ് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന റെയിൽവേ മാർക്കറ്റിൽ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ തായ്ലൻഡിലെ പുതിയൊരു എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തായ്ലൻഡിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മേക്ക്ലോങ് എന്ന് പറയുന്ന ഒരു റെയിൽവേ മാർക്കറ്റിലേക്കാണ് കേട്ടോ. അതായത് ബാങ്കോക്കിൽ നിന്ന് ഏകദേശം ഒരു 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം നമുക്ക് ആ റെയിൽവേ മാർക്കറ്റിലേക്ക് പോകാൻ വേണ്ടിയുള്ളത് കേട്ടോ. ഒരു അടിപൊളി റെയിൽവേ മാർക്കറ്റാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ റോഡുകളൊക്കെ എന്ന് പറയുന്നതെല്ലാം അടിപൊളി റോഡുകളാണ്. പിന്നെ സൈഡിലൊക്കെ തന്നെ ഇപ്പോൾ ഒരുപാട് ഹൈവേസ് ഒക്കെ ഇപ്പോൾ പണി നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി ട്രാഫിക്കാണ്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നമുക്ക് നേരെ ആ റെയിൽവേ മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്നു. അപ്പോൾ അവിടെ ട്രെയിൻ വരുന്നതിനൊക്കെ ഉള്ള 1-2 ടൈമിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ആ ടൈമിങ്ങിൽ നമ്മൾ എത്തിയാലേ നമുക്ക് ട്രെയിനൊക്കെ വരുന്നത് കാണാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ ആ മാർക്കറ്റ് എന്താ പറയുക, ട്രെയിൻ വരുമ്പോൾ മാർക്കറ്റൊക്കെ എടുത്ത് മാറ്റുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ മലേഷ്യൻ യാത്രയൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് നേരെ അടുത്ത് വീണ്ടും എന്താ പറയുക തായ്ലൻഡിലെത്തി. തായ്ലൻഡിലെ യാത്ര നമ്മളിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരി രാവിലെ വന്ന് തന്നെ വീണ്ടും പിക്ക് ചെയ്തിട്ടാണ് ഓഫീസിൽ പോയത്. പക്ഷെ ആള് ഓഫീസിൽ പോയിട്ട് ഒരു 10 മിനിറ്റിനകത്ത് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പോയതാണ് കേട്ടോ. എന്നെ ഏകദേശം ഒരു 20 മിനിറ്റോളം, 20 ഒരു അരമണിക്കൂറോളം എന്നെ അവിടെ പോസ്റ്റ് ആക്കി. കാരണം ആളുടെ വർക്ക് തീർത്തിട്ട് ആൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്ന് വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 28 മിനിറ്റോളം നമുക്ക് എന്തെയുണ്ട് യാത്ര ഇനി ചെയ്യാനുണ്ട് കേട്ടോ. അതെന്തോ തായ് ഭാഷയിൽ ഒരു റൂട്ടിൻ്റെ ഇതൊക്കെ പറഞ്ഞ ചേച്ചി എന്തൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളീ പോകുന്നത് 6 വരി പാതയാണ് കേട്ടോ. അടിപൊളി റോഡാണ് കേട്ടോ. ഫുള്ള് കേട്ടോ. എല്ലാ വാഹനങ്ങളും ഏകദേശം ഒരു 100-120 മേലുള്ള സ്പീഡിലാണ് ഇവിടെ എല്ലാം പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് കാണുന്ന ഒരു ഏഷ്യൻ അലയൻസിൻ്റെ ഒരു പബ്ലിക് കമ്പനിയാണ് അത് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അതാണ് നമ്മൾ ആ സൈഡിൽ കാണുന്നത്. ഇവിടുത്തെ ഉപ്പ് വിൽക്കുന്ന ഒരു ഏരിയയാണ് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് ഉപ്പ് ഉൽപാദന മേഖല കൂടിയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സ്ഥലം കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ പാടത്തിൽ നമ്മുടെ കന്യാകുമാരിയിലെ ഉപ്പളം ഇല്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇവിടെ. ഈ സൈഡിലൊക്കെ കാണുന്നത് അതാണ്, അങ്ങനെയുള്ള ഏരിയയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം വറ്റിക്കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഈ സൈഡിൽ ഇപ്പോൾ കാണാം നമുക്ക്. ഈ കാണുന്നതൊക്കെ ഉപ്പ് വിൽക്കുന്ന കടകളാണ് കേട്ടോ. കേട്ടോ ഇവിടുത്തെ രാജാവിൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ. മേക്ക്ലോങ് റെയിൽവേ മാർക്കറ്റിനടുത്ത് എത്താറായി കേട്ടോ. എത്താറായെന്നല്ല, ഏകദേശം എത്തി. അപ്പോൾ നമ്മൾ കാറൊക്കെ ലൈൻ പാർക്ക് ചെയ്തു. എൻ്റെ തൊട്ട് പുറകെ കാണുന്നത് ഒരു ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ടെമ്പിളിൻ്റെ പാർക്കിങ്ങിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്തത്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് കുറച്ച് ദൂരം നമുക്ക് നടന്നു വേണം എന്ത് ചെയ്യാൻ, ആ റെയിൽവേ മാർക്കറ്റിനകത്തോട്ട് കയറാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ചൂടാണ് കേട്ടോ. അത്യാവശ്യം നല്ല ചൂടാണ്. ലൈനിതാ കുടയൊക്കെ പിടിച്ചിങ്ങനെ പോവുകയാണ്. അപ്പോൾ വരുന്നവർ സൺക്രീമും ഒരു കുടയും സൺഗ്ലാസൊക്കെ കൂടി കൊണ്ടുവരിക കേട്ടോ. കൊണ്ടുവന്നില്ല എന്നുണ്ടെങ്കിൽ വെയിലത്ത് കരിഞ്ഞ് വാടാം. അപ്പോൾ നമ്മൾ ടെമ്പിളിൽ നിന്ന് നേരെ ഈ കാറ് പാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് നിന്ന് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. ഇവിടെ സൈഡിൽ ചെറിയ സ്ട്രീറ്റ് ഫുഡുകളൊക്കെ ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടും കൊണ്ടിങ്ങനെ വെറുതെ പോവുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ. ക്ഷേത്രവും റെയിൽവേ മാർക്കറ്റും എല്ലാം അടുത്തടുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഒത്തിരി വലിയ വലിയ ഹോട്ടൽസ് ഉണ്ട്. നമ്മുടെ ദൂരതോ അവിടെ അതാണ് റെയിൽവേ മാർക്കറ്റ് കേട്ടോ. ഇവിടെ ട്രെയിൻ വരുമ്പോഴത്തേക്കും ഈ ക്രോസ് അടയ്ക്കും കേട്ടോ. ഇനി നമുക്കിവിടെ വരാൻ പോകുന്നത് എനിക്ക് തോന്നുന്നത് 2:30-ക്കാണ് റെയിൽവേയുടെ ടൈം എന്നാണ് തോന്നുന്നത് ട്രെയിൻ വരുന്നത്. ഓക്കെ, ഇതാണ് റെയിൽവേ മാർക്കറ്റ്, റെയിൽവേ പ്ലാറ്റ്ഫോം. ഒരു ട്രെയിനിനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ സൈഡിൽ ഫുള്ള് ഷോപ്പുകളാണ് കൂടുതലും വരുന്നത് കേട്ടോ. ഫുൾ ഷോപ്പുകളാണ്. ഇതൊരു അടിപൊളി സംഭവമാണ് കേട്ടോ.
ഈ രണ്ട് സൈഡിലും ഷോപ്പുകളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പ്ലാറ്റ്ഫോം ഉണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രെയിൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ ട്രെയിൻ നിർത്തും കേട്ടോ. നിർത്തി ഇവിടെ ഒരു സ്റ്റോപ്പാണിത്. ഇപ്പോൾ കുറേ പേര് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് വരുമ്പോഴത്തേക്കുണ്ടോ, ഇവിടെ രാജാവിൻ്റെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ടിക്കറ്റ് കൗണ്ടർ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അറൈവ് ടൈം 2:30 ഇവിടെ നിന്ന് ട്രെയിൻ വരുന്നത്. അത് ഡിപ്പാച്ചർ ചെയ്യുന്നത് 15:30, അതായത് 3:30 ആ ട്രെയിൻ ഇവിടെ നിന്ന് എടുക്കും കേട്ടോ. ആ വരുന്ന ട്രെയിനിൻ്റെ ആ മോഡൽ കണ്ടോ, ഇതാണ് ആ ട്രെയിനിൻ്റെ മോഡൽ കേട്ടോ. ഒരു അടിപൊളി റെയിൽവേ മാർക്കറ്റ് കൂടിയാണ് ഈ മേക്കിലോങ് റെയിൽവേ മാർക്കറ്റ് എന്ന് പറയുന്നത്. ട്രെയിൻ കാണാനും പിന്നെ ഭക്ഷണമൊക്കെ വാങ്ങി കഴിച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ ഉള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടേക്ക് ഇരിക്കാം. ഇവിടേക്ക് ഇരുന്ന് നമുക്ക് എന്ത് ചെയ്യാം, ട്രെയിനിനെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. ഫുഡാണ് കൂടുതലുള്ള ഷോപ്പ് വരുന്നത് കേട്ടോ. നമുക്കിനി അതിൻ്റെ അപ്പുറത്തെ സൈഡുണ്ട്, അവിടെയാണ് നമുക്ക് കാണാനുള്ളത്. അതായത് ഷീറ്റൊക്കെ വെച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, റെയിൽവേ മാർക്കറ്റായിട്ട് സെറ്റ് ചെയ്ത്. അപ്പോൾ ട്രെയിൻ വരുമ്പോഴത്തേക്കും ഈ സംഭവം എന്ത് ചെയ്യും, ഷീറ്റുകളെല്ലാം എടുത്ത് മാറ്റും. അപ്പോൾ ഒരു കുഞ്ഞുകുട്ടി അതൊരു നടന്നു പോകുന്നുണ്ടോ. ഈ ഇതാണ് ആക്ച്വലി അതിൻ്റെ മോഡലായിട്ട് വരുന്നത് കേട്ടോ, ആ ട്രെയിനിൻ്റെത്. ഇതാണ് റെയിൽവേ മേക്കിലോങ്. ഇത് കൊള്ളാലോ, പണ്ടത്തെ ഒരു കെട്ടിടം. ഇതെന്താ സംഭവം, നമ്മൾ പല സ്ഥലത്ത് മുമ്പ് കാണാറില്ലേ, തടി കണ്ടിട്ടുള്ള പഴയ കെട്ടിടം പോലെ ഉണ്ടല്ലോ ഇത്. മേക്കിലോങ് റെയിൽവേ സ്റ്റേഷന് നിയറസ്റ്റ് ആയിട്ടുള്ള ഒരു പുഴയാണ് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ചെറിയ ബോട്ട് സർവീസൊക്കെ ഉണ്ട്. പുഴയിൽ കൂടി നമുക്ക് ബോട്ട് യാത്രയൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള സംവിധാനമൊക്കെ ഉണ്ട്. അങ്ങ് ദൂരെ കണ്ടോ ഒരു ബോട്ട് യാത്ര പോകുന്നുണ്ട് കണ്ടോ. ഇവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും റെയിൽവേ ട്രാക്കിൽ കൂടി ഇങ്ങനെ നടക്കുന്നൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് നടന്നകളെന്ന് വെച്ച് നടന്നതാണ് കേട്ടോ ഇത്. റെയിൽവേ ട്രാക്കാണ് താഴെയുള്ളത്. അതിന് തൊട്ട് സൈഡിൽ മേളിൽ കണ്ടോ ഷീറ്റാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ. ട്രെയിൻ വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും, ഈ ഷീറ്റുകളെല്ലാം എന്ത് ചെയ്യും, അവരെടുത്ത് മാറ്റും. ഈ ഷീറ്റുകളെല്ലാം മാറ്റും. അതിൻ്റെ തൊട്ടടുത്തിരുന്നാണ് അവരെന്ത് ചെയ്യുന്നത്, കച്ചവടമൊക്കെ ചെയ്യുന്നത്. പിന്നെ ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളതിൽ ഏറ്റവും നല്ല സീ ഫുഡ് കിട്ടുന്ന പ്ലേസാണ് ഈ ബാങ്കോക്കിലെ ഈ മേക്കിലോങ് റെയിൽവേ മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഏറ്റവും നല്ല സീ ഫുഡ് കിട്ടുന്ന, അതായത് ഫ്രഷ് സീ ഫുഡ് കിട്ടുന്ന ഒരു മാർക്കറ്റ് ഏരിയ കൂടിയാണ് ഈ മേക്കിലോങ് എന്ന് പറയുന്ന ഈ റെയിൽവേ മാർക്കറ്റ്. സൈഡിലെ ഷോപ്പുകളാണ് കേട്ടോ. ക്രാബൊക്കെ ഇരിക്കുന്നുണ്ടോ, ക്രാബൊക്കെ ഫ്രഷ് ക്രാബൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഓരോരുത്തർ ഇവിടെ വന്ന് ക്രാബ് എന്ത് ചെയ്യുന്നത് മേടിച്ചിട്ട് പോവുകയാണ് കേട്ടോ. ഇവിടെ കുറേ ടോയ്സ് ഒക്കെ വിൽക്കുന്ന ഒരു ഷോപ്പും ഒക്കെ ഉണ്ട് കേട്ടോ. മാർക്കറ്റിൻ്റെ സൈഡ് കണ്ടോ. ഇപ്പോൾ ട്രെയിൻ പോകുമ്പോൾ ഇതെല്ലാം മാറ്റി കൊടുക്കും കേട്ടോ. പച്ചക്കറികളൊക്കെ എടുത്ത് അവർ വിൽക്കാൻ വേണ്ടി അടുത്ത റെയിൽവേ ട്രാക്കിനടുത്തായിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ റെയിൽവേ മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതെല്ലാം ഷീറ്റാണ് കേട്ടോ. ഈ ഷീറ്റിൻ്റെ ഈ സ്റ്റിക്കൊക്കെ എന്ത് ചെയ്യുക, അവർ പറവറ എടുത്ത് മാറ്റും കേട്ടോ. ട്രെയിൻ വരുന്ന അനൗൺസ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും അത് അവരങ്ങ് മാറ്റും. അവർക്കറിയാം ഈ ടൈം എപ്പോഴാണെന്നുള്ളത്. നമ്മളവിടെ ടൈം ഉണ്ടല്ലോ, ആ ടൈം അവർക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇവിടെയാണെങ്കിൽ കുറേ ലിച്ചിപ്പഴവും പിന്നെ കുറേ ജാമ്പയ്ക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ജാമ്പയ്ക്ക, മാങ്ങ ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കിതൊക്കെ മേടിച്ച് കഴിക്കാൻ പറ്റും. പിന്നെ ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞാൽ ഈ റെയിൽവേ മാർക്കറ്റ് ഏകദേശം ഒരു 800 മീറ്ററോളം നീളമുണ്ട് കേട്ടോ. ഏകദേശം ഒരു 800 മീറ്റർ നീളമുണ്ട് ഈ റെയിൽവേ മാർക്കറ്റ്. ട്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇരുന്ന് ടീയോ കോഫിയോ സ്നാക്സൊക്കെ മേടിച്ച് വരുന്ന ഇതിൻ്റെ സൈഡിൽ ഇരുന്നൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റും. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ചെയറുകളൊക്കെ കണ്ട് ഇവിടെ അറേഞ്ച് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും, സ്നാക്സും വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് ട്രെയിനിനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കാൻ പറ്റും. എന്താ കടയിലെ പിരിവാണോ? കച്ചവടം ചെയ്യുന്നു, ട്രെയിൻ വരുമ്പോൾ ഇതെല്ലാം എടുത്ത് മാറ്റി കൊടുക്കുന്നു. എന്താ അല്ലേ,
അപ്പോൾ ഇവിടെ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ കുനിഞ്ഞു പോയില്ല എന്നുണ്ടെങ്കിൽ തലയൊക്കെ തട്ടും കേട്ടോ. ഷീറ്റ് മാതിരി ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് കരിക്കൊക്കെ ഉണ്ട് കേട്ടോ. കരിക്കൊക്കെ വാങ്ങി കുടിച്ച് നമുക്കിവിടെ അങ്ങനെ ഇരിക്കാം. അപ്പുറത്തോട്ട് പോയാൽ നമുക്ക് നല്ല സീ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും. അപ്പോൾ സീ ഫുഡൊക്കെ കഴിക്കാം. എല്ലാം പരീക്ഷിക്കണമല്ലോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ചേട്ടൻ്റെ കൂടെ ഇവിടെ ഇരുന്ന് നമുക്ക് ബിയറൊക്കെ വാങ്ങി കുടിക്കാൻ കേട്ടോ. ബിയറൊക്കെ കുടിക്കാൻ പറ്റും ഉണ്ടോ? അപ്പോൾ അത് ഓക്കെ എന്തോ ഒരു ഉണക്ക മീനാണ് കേട്ടോ. ചൂണയാണോ? അതിനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ? ചൂണയല്ല കേട്ടോ, വേറെ എന്തോ ഒരു മത്സ്യമാണോ അതിനെ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹായ് മ്യൂച്ചി എന്തോ ഒരു ജ്യൂസ് ആയിട്ടാണ് കേട്ടോ. ലൈൻ തന്നെയാണ് ഓർഡർ ചെയ്തത്. എന്താണെന്നുള്ള ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഇത് എന്തോ മിൽക്കൊക്കെ ഒഴിച്ചിട്ട് ഐസിൻ്റെ കട്ട പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഓരോരോ ഐറ്റമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് സീ ഫുഡ് എന്തൊക്കെയോ സോസൊക്കെ ഉണ്ട് കേട്ടോ. സ്പൈസി ഭയങ്കര ഏരിയ. കട വേണോ കേട്ടോ. ഓ എന്നെ മൊത്തം ചോറ് കഴിപ്പിക്കാന്ന് തീരുമാനമായിട്ട് തുടങ്ങിയതാണോ? നല്ല ചിക്കനാണ് കേട്ടോ. നല്ല മൊരിഞ്ഞ ചിക്കൻ. കളറില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവർ മാവിൽ മുക്കിയിട്ട് വേവിച്ചെടുത്തതാണ് കേട്ടോ. ഇതിൻ്റെ ടച്ചിങ്സിന് വേണ്ടി ഇവിടെ എന്തോ ഒരു സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. നോക്കാം. കൊള്ളാം. നമ്മൾ KFC എന്നൊക്കെ കഴിക്കത്തില്ലേ, അതിൻ്റെ വേറൊരു സംഭവമല്ലോ. ഇതൊക്കെ വെച്ച് ഇനി കുത്തിയെടുക്കാൻ ഭയങ്കര പാടാണ്. ഞാനതുകൊണ്ട് അല്ലാതെ തന്നെ എടുക്കാൻ നോക്കി. ഇതുണ്ടോ, കൊഞ്ചാണ് കേട്ടോ, കൊഞ്ച്. കൊള്ളാം കേട്ടോ, നല്ല സോഫ്റ്റാണ്. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്, സ്പൈസിയുമാണ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചൈന ടൗൺ പോയില്ലേ, ചൈന ടൗണിൽ കഴിച്ചതിൻ്റെ അതേ ഒരു ഫീലുണ്ട് കേട്ടോ. ഇതിൻ്റെ തോട് നമ്മളിങ്ങനെ എന്ത് ചെയ്യണം, എടുക്കണം. വാലിലൊക്കെ ഉള്ളത് തോട് എടുത്തിട്ടില്ല, ബാക്കി മാത്രമേ അവർ ക്ലീൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിനെങ്ങനെ നമ്മൾ പൊളിച്ച് എടുത്തിട്ട് എന്ത് ചെയ്യണം, ഞാൻ കഴിക്കണം, എന്നിട്ട് ഇതിനെ കളയണം. ഇപ്പോൾ ഏകദേശം ട്രെയിൻ വരാനുള്ള സമയമായി കേട്ടോ. ഇവിടെ സമയമെന്ന് പറയുന്നത് 8:30 വരുന്നുണ്ട്, 11:30, പിന്നെ 2:30, പിന്നെ വൈകുന്നേരം 5:30 ട്രെയിൻ എന്ത് ചെയ്യുന്നത് ഇതുവഴി പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാരിവിടെ എത്താറുണ്ട് കേട്ടോ. ഈ സൈഡിലാണ് ട്രെയിൻ കാണാൻ വേണ്ടി നിൽക്കുന്നത് കേട്ടോ. ഇതിന് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ പ്ലാറ്റ്ഫോം പോലെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് സൈഡിൽ കുറച്ച് നിൽക്കാനേ പറ്റത്തുള്ളൂ. ഇഞ്ഞ് ചേർന്നാണ് വരുന്നത് കേട്ടോ. ഇവിടെ സൈഡിൽ ഒരു റെഡ് ലൈനൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ റെഡ് ലൈനിന് പുറത്ത് വേണം നമ്മൾ നിൽക്കാൻ, ഇല്ലെങ്കിൽ നമ്മളെ ട്രെയിൻ തട്ടും കേട്ടോ. ട്രെയിൻ വരാൻ സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മൈക്കിലൊരു അനൗൺസ്മെൻ്റ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അനൗൺസ്മെൻ്റ് ഒക്കെ തുടങ്ങി ഓരോരുത്തരും കണ്ട ഷീറ്റുകളെല്ലാം അവരുടെ ഫ്രണ്ടിലുള്ള ഷീറ്റുകളൊക്കെ മാറ്റി തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് മാറ്റി കഴിഞ്ഞിട്ട് ട്രെയിൻ പോയതിന് ശേഷം എന്ത് ചെയ്യും, അതിനെ വീണ്ടും അവർ തിരിച്ചതേപോലെ വയ്ക്കും കേട്ടോ.
approaching the platform. For your safety, please be cautious of the train. Please stand behind the red line. Stand behind the red line. This station is a no smoking and no alcohol area. ആ സൈഡ് കണ്ടോ, ആൾക്കാരെല്ലാം കണ്ടോ, ആ ഒരു ചെയിനിന് അപ്പുറത്തെ സൈഡാണ് നിൽക്കുന്നത് കണ്ടോ, ഇപ്പുറത്തോട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതുപോലെയാണ് ഇപ്പുറത്തെ സൈഡും ആൾക്കാർ നിൽക്കുന്നത് കേട്ടോ. ഒത്തിരി പേരാണ് ഈ ട്രെയിൻ കാണാൻ വേണ്ടി നിൽക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഏകദേശം ട്രെയിൻ എത്താറായിട്ടുണ്ട്. ഈ അനൗൺസ്മെൻറ്റ് ഏകദേശം ഒരു 5 മിനിറ്റോളമായി തുടങ്ങി കേട്ടോ അനൗൺസ്മെൻറ്റ്. ഈ കടകളൊക്കെ കണ്ടോ, എല്ലാ കടകളും ചേർന്ന് വന്നിരിക്കുന്നത് കേട്ടോ. പരസ്പരം അങ്ങോട്ട് തട്ടുകയോ മുട്ടുകയോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. അവരെല്ലാവരും എന്താ പറയുക, അടിപൊളി ഹാപ്പി ആയിട്ടാണ് ആ അവരുടെ കടകളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത് കേട്ടോ. എല്ലാ കടയിലും അവരവരുടെ ഷീറ്റുകൾ വന്നു, മറ്റേ കടകളുടെ ഷീറ്റിലോട്ട് തട്ടിയൊക്കെ ഇരിക്കുക, എന്നാലും അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അവരെല്ലാവരും ഒരുമിച്ച് നിന്നാണ് ട്രെയിൻ വരുമ്പോഴത്തേക്ക് അതിനൊക്കെ എടുത്ത് മാറ്റുന്നത്. അങ്ങനെ നമ്മൾ കാണാൻ വന്ന ട്രെയിൻ അതാ വരുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ സൗണ്ടൊക്കെ മുഴക്കി ഹോണൊക്കെ മുഴക്കി അത് വരുന്നുണ്ട്. അടിപൊളി ലുക്കാണ് കേട്ടോ. ദൂരെ നിന്ന് കാണുമ്പോൾ തന്നെ ആ ട്രെയിനിനെ കാണാൻ വേണ്ടി ഒരു പ്രത്യേക ഒരു വൈബെന്ന് തന്നെ പറയാം കേട്ടോ. കളറാണ്, കളർഫുള്ള് പ്രത്യേകം ഒരു രസമാണ് കേട്ടോ. ഒരു എന്താ പറയുക, യെല്ലോയും ഓറഞ്ചും യെല്ലോയും റെഡും ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി കളറായിട്ടുള്ള ഒരു ട്രെയിനാണ് കേട്ടോ. അത് ഏകദേശം നമ്മുടെ അടുത്ത് എത്താറായിട്ടുണ്ട്. അങ്ങനെ ട്രെയിൻ ഇവിടെ എത്തിയുണ്ടോ. ട്രെയിനിൻ്റെ നമ്പർ വന്നിട്ട് 1227 ട്രെയിനിൻ്റെ നമ്പർ കേട്ടോ. ടാറ്റയൊക്കെ തന്നുകൊണ്ട് പോകുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ആൾക്കാരുണ്ട് കേട്ടോ. വേറെ ഏതോ സ്റ്റേഷനിൽ നിന്ന് കയറി ഇവിടെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ടൂറിസ്റ്റുകൾ അവിടെ നിന്ന് കയറി ഇവിടെ വന്ന് ഇറങ്ങുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ആൾക്കാർ ഓരോരുത്തരും ട്രെയിനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ ടച്ച് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അകത്തുനിന്ന് കുറേ പേരെ കൈയൊക്കെ തരുന്നുണ്ടോ. ഇപ്പോൾ നമ്മുടെ ട്രെയിൻ പോയല്ലോ. അടുത്തിപ്പോൾ ഉടനെ തന്നെ കച്ചവടക്കാരൊക്കെ അവരുടെ കൂടാരങ്ങളൊക്കെ എടുത്ത് ഇപ്പോൾ അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നുണ്ടോ കേട്ടോ. എല്ലാവരും തിരിച്ചതിനെ പഴയ രീതിയിൽ ആക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ട്രെയിൻ ഇവിടെ നിന്ന് മൂവ് ചെയ്ത് നേരെ സ്റ്റേഷനിൽ പോകും. അപ്പോൾ നമുക്കിവിടെ നിന്ന് നേരെ ട്രെയിൻ സ്റ്റേഷനിൽ കൂടി പോകണം കേട്ടോ. കേട്ടോ, ഷീറ്റുകളെല്ലാം തിരിച്ച് അതേപടി പഴയതുപോലെ അവർ വെച്ച് കഴിഞ്ഞു. ഇവിടെ കണ്ടോ, എടുത്ത് മാറ്റിയ സംഭവങ്ങളെല്ലാം അവർ തിരിച്ച് എടുത്തിടുകയാണ്. ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാരാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഭയങ്കര തിരക്കാണ്. എല്ലാ ദിവസവും ഇതുപോലെ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ കാണാൻ വേണ്ടി. അനൗൺസ്മെൻറ്റ് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ. തായിൽ എന്താണ് പറയുന്നത് എന്താണെന്നുള്ള അറിയത്തില്ല. ഈ റെഡ് ലൈനാണ് കേട്ടോ. ഈ റെഡ് ലൈനിന് അപ്പുറത്ത് വേണം നിൽക്കാൻ, ഇപ്പുറത്തോട്ട് നിൽക്കാൻ പാടില്ല. അത് ട്രെയിൻ തട്ടും. അവിടെ നിന്ന് വന്ന ട്രെയിൻ സ്റ്റേഷനിൽ മേക്കലോങ് റെയിൽവേ സ്റ്റേഷനിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മൾ നേരെ ക്രോസ് ചെയ്ത് പോകണം. അപ്പോൾ ഇവിടുത്തെ വാഹനങ്ങളൊക്കെ വരാൻ തുടങ്ങി. ഈ ഗേറ്റ് ഓപ്പണായി ട്രെയിൻ സ്റ്റേഷനകത്ത് കയറി കഴിഞ്ഞു. നമ്മുടെ ട്രെയിൻ അവിടെ കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി പേരാണ് അതിനകത്ത് കയറി നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നത്. നമുക്കപ്പോൾ ട്രെയിനിനകത്തൊന്ന് കയറിയാലോ. കേട്ടോ, നമ്മുടെ ട്രെയിൻ അങ്ങനെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. ഓക്കെ, അടിപൊളി കളറാണ് കേട്ടോ. റെഡ്, ഗ്രീന്, യെല്ലോ അങ്ങനെയുള്ള ഒരു അടിപൊളി കളറാണ് ഈ ട്രെയിനിനുള്ളത് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. ഇതാണ് ട്രെയിന്. നമ്മുടെ അവിടുത്തെ ജനശതാബ്ദി പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ഈ ട്രെയിനിനകത്ത് കണ്ടോ ക്ലീനിങ്ങിനൊക്കെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ സീറ്റുകളെല്ലാം കണ്ടോ, ഇതേപോലത്തെ 2 സീറ്റ് ഇവിടെ അപ്പുറം ഇപ്പുറം ആയിട്ടാണ് സീറ്റുകളെല്ലാം ഉള്ളത് കേട്ടോ. പിന്നെ വന്നിട്ട് ടോയ്ലറ്റ് ഉണ്ട് ഇതിനകത്ത്, ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ അടുത്ത കമ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. അടുത്ത കമ്പാർട്ട്മെൻറ്റ് ഇതിലിവിടെ അതെന്തോ ഇതൊക്കെ പ്രവർത്തിപ്പിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അതാണ്ടോ സീറ്റ് നമ്മുടെ വേണാടിലൊക്കെ സീറ്റ് പോലെ ഉണ്ട്. ഏകദേശം ഒരു 7-8 കമ്പാർട്ട്മെൻറ്റ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. 7 കമ്പാർട്ട്മെൻ്റ് ഉള്ള ഒരു ട്രെയിനാണ്. അത്യാവശ്യം നല്ല വൃത്തിയും ഒക്കെ ഉള്ള ഒരു അടിപൊളി ട്രെയിനാണ് കേട്ടോ ഇത്. രാവിലെ സൺക്രീമൊക്കെ പോയി കേട്ടോ. സൺക്രീം ലൈൻ കുറച്ച് സൺക്രീമൊക്കെ കൊണ്ടുവന്നായിരുന്നു. അതൊക്കെ കണ്ട് വേർത്തെല്ലാം പോയി, ഇട്ടിട്ട് കാര്യമില്ല, ആ അവസ്ഥയായി. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ വന്ന ആ ടെമ്പിളിൻ്റെ അടുത്തെത്തിയായിരുന്നു. കാർ പാർക്കിങ്ങിൻ്റെ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒരു ടെമ്പിള് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടോ, ഇവിടുത്തെ ടെമ്പിളുകളെല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാം ഇതേപോലെ വലിയ ടെമ്പിളാണ്. എല്ലാം ചൈനീസ് മോഡലിലുള്ള ടെമ്പിൾസാണ് കൂടുതലുള്ളത് കേട്ടോ. എല്ലാം ബുദ്ധ
ടെമ്പിളുകളാണ്. ഇവിടെ കൂടുതലും ഉള്ളത് ബുദ്ധമതക്കാരാണ് എന്നാണ് പറഞ്ഞു കേട്ടോ. ഒത്തിരി ബുദ്ധമത ടെമ്പിളുകൾ ഇവിടെ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഗോൾഡൻ ബുദ്ധയൊക്കെ ഉള്ളത്, ഗ്രാൻഡ് പാലസ്, അങ്ങനെ ഒട്ടനവധി എന്താ പറയുക അമ്പലങ്ങൾ, ടെമ്പിൾസ് ഉള്ള ഒരു രാജ്യമാണ് തായ്ലൻഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതുണ്ട് ഒരു ബ്രിഡ്ജ്, ഇത് അടിപൊളിയാണ് കേട്ടോ. ഇതിപ്പോൾ ആ യെല്ലോ കളറിലുള്ളത് ഒരു പൈപ്പ് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഒരു സൈഡ് ഏകദേശം 3, 4, 5, 6, 7 ഏകദേശം 9, 10 പൈപ്പ് ഉണ്ട് കേട്ടോ. നമ്മളിത് അതുവഴി കയറി കേട്ടോ, പൈപ്പാണ് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കൂടി ഒരു റിവറാണ് പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ആ ബ്രിഡ്ജിൽ കൂടി പോകുന്നത്. അതിൻ്റെ മുകളിൽ കണ്ടോ ഒരു ചെറിയൊരു സ്വർണ്ണ കളറിലൊരു ചെറിയൊരു സ്തൂപം പോലെ. അതിൻ്റെ അവിടെ കണ്ടോ, അത് കണ്ടെയ്നറുകളൊക്കെ ഒതുക്കിയിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ അവിടെ. ഇതുണ്ടോ ഇവിടുത്തെ ടാക്സിയാണ് കേട്ടോ. ടാക്സിയുടെ കളർ കണ്ടോ, ഇത് റെഡല്ല, അതൊരു പിങ്ക് കളറാണ് കേട്ടോ. പിങ്കും വൈറ്റും ആയിട്ടുള്ളതാണ് ഒരു ടാക്സി. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് കണ്ടോ ഒരു ഗ്രീനും യെല്ലോ ആയിട്ടുള്ള ടാക്സി ഉണ്ടോ, അത് മീറ്റർ ടാക്സിയാണ് കേട്ടോ. ഇവിടെ ഇതേപോലെ 2-3 കളറൊക്കെ ഉണ്ട് കേട്ടോ ടാക്സിയൊക്കെ. അങ്ങനെ നമ്മുടെ ലൈനിൻ്റെ ഫ്ലാറ്റിലെത്തിയായിരുന്നു കേട്ടോ. കണ്ടോ കയറി വരുന്നിടത്ത് ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ടേബിളുണ്ട്, ഒരു ചെയർ, പിന്നെ ഇവിടെ TV ഒക്കെ വെക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു AC ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂമുണ്ട്, ഒരു ചെറിയ ബെഡ്റൂമാണ് കേട്ടോ. അത്യാവശ്യം 1-2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബെഡ്റൂമുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കിച്ചൺ ഏരിയ ഉണ്ട്, ഒരു ജസ്റ്റ് ചെറിയൊരു കിച്ചൺ ഏരിയ. പിന്നെ ഇത് വന്നിട്ട് ഒരു ടോയ്ലറ്റ്. ബാങ്കോക്കിലെ അതിമനോഹരമായ വീടുകളും അതിൻ്റെ എന്താ പറയുക പല ഓഫീസുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ലൈനാണെങ്കിൽ ഇത് ഇന്ന് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വാടകയ്ക്ക് ഇന്നൊരു പുള്ളിക്കാരൻ വരും. അപ്പോൾ അത് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യാൻ വേണ്ടിയാണ് ഇപ്പം ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതാണെങ്കിൽ എന്നെ ഇനി റൂഫ് ടോപ്പിൽ വിളിച്ചുകൊണ്ട് വന്നു കേട്ടോ. ഇവിടുന്ന് കാഴ്ചകൾ കാണാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് വന്നതാണ്. ഇവിടെ വന്നപ്പം കണ്ടോ, ഇവിടെ അടിപൊളി ഗാർഡനൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഏറ്റവും ടോപ്പിലാണ്, ഇരിക്കാനൊക്കെ ഉള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫുള്ള് പച്ചപ്പാണല്ലോ. ഇവിടെ നമുക്കിങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. കുറേ നേരം യാത്ര ചെയ്ത് വന്നപ്പോഴത്തേക്കും തളർന്നു. അപ്പോൾ ഇനി ഇവിടെ വേണമെങ്കിലൊന്ന് കുറച്ച് റെസ്റ്റൊക്കെ ചെയ്യാം കേട്ടോ. ഇത് ഈ ഫ്ലാറ്റിൽ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ. ഒരു കുഞ്ഞ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇവിടെ, അടിപൊളിയായിട്ട്. തായ്ലൻഡിലെ ബാങ്കോക്കിലെ റെയിൽവേ മാർക്കറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഈ റെയിൽവേ മാർക്കറ്റിൻ്റെ വീഡിയോസ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും തായ്ലൻഡിലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, സൈനിങ് ഓഫ്.